ഹലോ. അപ്പം ഇന്ന് രാവിലെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായയും കടയൊക്കെ കുടിച്ച് മാറ്റി ഒരുങ്ങിയാണ് ഞങ്ങളിതാ അങ്ങനെ പോവുകയാണ്. എവിടേക്കാണെന്നറിയാൻ പോണത്. ഞങ്ങൾ പിന്നെ പെരിന്തൽമണ്ണ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐഷുമോൾ പറഞ്ഞു തരും കേട്ടോ എന്തിനാണ് പോണത് എന്നുള്ളത്. ഐഷുമോൾ, നമ്മളെടുക്കാൻ പോണത് എന്തിന്? ദീദിനെ കൊണ്ടല്ലേ. അപ്പം ഞങ്ങൾ പെരിന്തൽമണ്ണ അൽഷിഫ എന്ന ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. രണ്ടാമത്തെ മോളെ മുഖത്ത് ഇങ്ങനെ വെയിൽ കൊണ്ട് നടന്നിട്ട് എന്താ അറിയില്ല, മുഖത്ത് ഇങ്ങനെ 2 ഭാഗത്തും ഇങ്ങനെ ഒരു പാടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് പിന്നെ ഭയങ്കരമായിട്ട് മുഖം കണ്ട് കരുവാളിച്ച് കറുത്ത പോലെയായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഹോസ്പിറ്റലിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. ബുക്കിംഗ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വന്നിരുന്നത്. ഞങ്ങൾ ടോക്കൺ നമ്പർ 2 കേട്ടോ. പക്ഷേ ഞങ്ങൾ വരാൻ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണാൻ 1 മണിക്കൂറാവുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താട്ടി അവിടെ അടുത്തുള്ള കുറച്ച് ദൂരം പോയി നല്ലൊരു ഹോട്ടലിൽ കയറിട്ടോ. അവിടെ അതിന് മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ പെരിന്തൽമണ്ണ വരുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കലുണ്ട്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവിടുന്ന് കഴിക്കാൻ. റോട്ടിലെ വ്യൂ ഒക്കെ കാണും. അങ്ങനെ നല്ല രസമാണ്. മുകളിൽ ഇരുന്ന് കാണാൻ ഞങ്ങൾ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കും ചെയ്യാം, റോട്ടിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഐഷുമോൾ മെനു കാർഡ് കണ്ടപ്പോൾ ആദ്യം തന്നെ ഓള് ഐസ്ക്രീമൊക്കെയാണ് കേട്ടോ നോക്കണത്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടോ. അപ്പോൾ അപ്പോഴും ഐഷുമോൾക്ക് ഇഷ്ടം ആ ഒരു ചോക്ലേറ്റ് ജ്യൂസാണത്. അതുതന്നെ വേണമെന്ന് പറഞ്ഞിരിക്കാനുണ്ടോ. അപ്പോൾ ഞങ്ങൾക്കുള്ള പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ വന്നിട്ടോ. അപ്പം ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ഭക്ഷണത്തിൻ്റെ മുന്നേ നമുക്ക് ഇങ്ങനെ ഒരു സാലഡ് തരും. എനിക്കിഷ്ടമാണ് കേട്ടോ സാലഡ്, ഭയങ്കര ടേസ്റ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേമാതിരി ഇങ്ങനെ കുബൂസൊക്കെ ഈ സൗദിയിലൊക്കെ കിട്ടുമല്ലോ, എന്താ പറയുക, ഇങ്ങനെ ഈ സാധനം സാമൂൽ അങ്ങനെ എന്തോ പറയുന്ന സാധനമല്ലേ അതിട്ടോ, അതും തന്നിരുന്നു. അപ്പം അതും ഇതൊക്കെ കഴിച്ചും കൊണ്ട് ഇങ്ങനെ നിന്നിട്ടോ. എനിക്കിഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് കൂട്ടിങ്ങാണ്ട് റൊട്ടി കഴിക്കണത് എനിക്കിഷ്ടമല്ല സാധനമാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിട്ടോ. ഇതാണ് ഫുഡ്. 2 വിധ റൈസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത് കേട്ടോ. അപ്പം ഈ മറ്റേ റൈസും ഒരു വിധ അൽഫാമും ഇങ്ങനത്തെ റൈസുമാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നെ മറ്റേ റൈസൊക്കെയുള്ള ഇതാണ് കേട്ടോ അത്. ഇതിൻ്റെ പേര് ഇപ്പോൾ ഈ റൈസൊക്കെ ഞങ്ങൾ കബാബാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ. ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്. റോട്ടിക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന് കണ്ട് കഴിക്കുക. അങ്ങനെ ഒരുവിധം ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതേ പരുവത്തിലാക്കിയിട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചും കണ്ട് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കി വന്നാൽ പിന്നെ ഞങ്ങളത് എവിടെ ഇട്ടിട്ട് പോകില്ല കേട്ടോ. ഒരുവിധമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ ഐഷുമോൾ കുറച്ചൊക്കെ ചോറ് കഴിച്ചങ്ങാണ്ട് അവൾക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഏത് ഹോട്ടലാണെങ്കിലും ഒരു കുഞ്ഞി കസാല കിട്ടുന്ന നിർബന്ധം കേട്ടോ. അപ്പോൾ അവൾക്കുള്ള ജ്യൂസ് എത്തിട്ടോ. അപ്പോൾ അവളത് പിന്നെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ മോനും വേണമെന്നാണ് കേട്ടോ ഇന്ന് ജ്യൂസ്. അപ്പോൾ രണ്ടാളോടുകൂടി സ്ട്രോ ഇട്ടിട്ട് ഷെയർ ചെയ്തങ്ങാണ്ട് കുടിക്കാൻ പറഞ്ഞു കേട്ടോ. അവളങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ അവളത്. എന്നാലും ഇന്ന് എൻ്റെ കുറച്ചൊക്കെ കൊടുത്തിക്കൊണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പ്ലേറ്റൊക്കെ കാലിയാക്കി അതിൻ്റെ മുന്നിലുള്ള ഒരു ലൈറ്റിൻ്റെ കടയിൽ നല്ല ഭംഗി കേട്ടോ കാണാൻ. ഓഫറുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിട്ടോ. പല വിധത്തിലുള്ള ലൈറ്റുകൾ കേട്ടോ. ഭയങ്കര രസം കാണാൻ കേട്ടോ. പല മോഡലും ഉണ്ടായിരുന്നു. ഒക്കെ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ കണ്ടു കേട്ടോ. നല്ല രസത്തിൽ ലൈറ്റുകൾ. ഒരു ലൈറ്റൊക്കെ അതിൻ്റെ ഉള്ളിലത്തെ ബൾബുകളൊക്കെ കത്തിച്ചു തന്നു കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കണ്ട് ഡോക്ടർക്ക് എത്താൻ്റെ സമയം ആവണ്ടേ, അതോളം അങ്ങനെ ഈ ലൈറ്റൊക്കെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഇട്ടിട്ടോ. അപ്പോൾ ഇതും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലൈറ്റാണ്. ഈ മുത്തുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നല്ല തെളുക്കല്ല വജ്രം പോലത്തെ മുത്തുകളിലേ കാണാൻ തന്നെ നല്ലൊരു രസം കേട്ടോ കാണാൻ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര രസം, ഭയങ്കര ഒരു ഫീൽ കേട്ടോ. ഞങ്ങൾ വാങ്ങാൻ വേണ്ടി കയറിയൊന്നല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണാൻ ഇങ്ങോട്ട് കയറിയതാണ്. പക്ഷേ അവർക്ക് ഒരു ദേഷ്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാ ലൈറ്റും ഞങ്ങൾ പറയുന്ന ലൈറ്റുകളൊക്കെ ഞങ്ങൾക്ക് ഇട്ട് തന്നു കേട്ടോ.
അങ്ങനെ ഒരു ദേഷ്യം ഒന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ആയിഷുമ്പോളത് എല്ലാ ലൈറ്റുകളും പോയി കണ്ടിട്ട് എനിക്ക് ഈ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഭയങ്കര ഒരു എന്ത് പറയുക, ഭയങ്കര ഒരു നല്ല രസമുള്ള പവിയക്കല്ല് പോലത്തെ ബൾബ് ലൈറ്റുകളൊക്കെ കേട്ടോ. ഇത് ആയിഷുമ്പോൾക്ക് ഇങ്ങനത്തെ ഈ ലൈറ്റ് കണ്ടപ്പം ഇങ്ങനത്തെ ലൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ കണ്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആയിഷുമ്പോൾ ഇത് ഓരോ ലൈറ്റുകൾ കാണുമ്പോഴും ആ ലൈറ്റൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകല്ലേ അറിയണ്ടിട്ടോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ടാണ് ഇഷ്ടമായിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സോപ്പിട്ട് ഇങ്ങനെ ഫയർ ലൈറ്റിട്ട് ഇങ്ങനെ പോട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ അതും ഓൾക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാ ലൈറ്റുകളും ഇങ്ങനെ ചുറ്റി നടന്നിങ്ങനെ കണ്ടു കേട്ടോ. അവർക്കൊരു ദേഷ്യമല്ല കേട്ടോ. പറയുമ്പോൾ ഞങ്ങൾ വാങ്ങാനൊന്നല്ല വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരോട് പറയും ചെയ്തിട്ടോ, ഞങ്ങൾ വാങ്ങാൻ വന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെന്താ കുഴപ്പമില്ല, നോക്കിക്കോളി അന്നങ്ങാണ്ട് എല്ലാ ലൈറ്റുകളും ഞങ്ങൾക്ക് ഇട്ട് കാട്ടി തന്നു കേട്ടോ. ഇതൊന്നും അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചതല്ല കേട്ടോ. അതൊക്കെ അവിടെ ഒരു ഡെക്കറേഷന് വേണ്ടി വെച്ചതാണ്. ജസ്റ്റ് ഞാനൊന്ന് ഫോട്ടോ എടുത്തുന്നുള്ളൂ. ഈ ബൾബൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഇഷ്ടമാണല്ലോ. അപ്പം നേരിട്ട് കണ്ടപ്പോൾ എന്തൊരു ഭംഗി ഉണ്ടായിരുന്നു അറിയോ. അങ്ങനെ ഈ ഒരു ലൈറ്റ് കേട്ടോ. ഈ ലൈറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ഐഷുമോക്ക് പിന്നെ ഈ ലൈറ്റ് വേണം. ഇതെന്തായാലും ഇങ്ങനത്തെ ഉരുണ്ട ലൈറ്റുകളൊക്കെ വേണം. അപ്പോൾ അത് വേണം എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് നല്ല പോലെ ഇഷ്ടമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും അവിടെ കയറിയിട്ട് വാങ്ങണ്ടേ എഴുതിങ്ങണ്ട്. അപ്പോൾ ഐഷുമോൾ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കട്ടെ എഴുതിങ്ങണ്ട് ഇങ്ങനത്തെ ലൈറ്റ് വാങ്ങിയിട്ടോ. അപ്പോൾ അവൾ ഇത് വല്ലാതെ പറ്റിയിട്ടൊന്നുമില്ല. എന്നാലും ഈ പല ലൈറ്റുകളും ഇങ്ങനെ മിന്നി കത്തുന്നത് കണ്ടപ്പോഴേ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളടുത്ത് പോന്നിട്ടോ. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ തന്നെ പോന്നിട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ പേളിമാണിയെപ്പോലെ മുടിയിലൊരു പെണ്ണിനെ കണ്ടുട്ടോ ഞങ്ങൾ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിയിട്ടോ. മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങുകയാണ് അപ്പം മടങ്ങുമ്പോൾ അതുപോലെയല്ലേ ഈ ഗാർഡൻ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് കാറിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറിങ്ങാണ്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, ബായ്.